അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട പഠിതാക്കളെ, ശിഷ്യന്മാരെ, ഗുരുവര്യന്മാരെ, ഞാൻ ഏഴാമത്തെ ഒരു ക്ലാസ് എടുത്തിരുന്നു. അതിൽ കനവ് തിരിക്കുന്നതിൻ്റെ ഏറ്റവും യുക്തിപരമായുള്ള ജനങ്ങൾക്കറിയാവുന്ന ഒരു രൂപത്തിൽ ഒന്ന് വിശദീകരിച്ചിരുന്നു. അതെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നിങ്ങൾ പലവരും ഈ കണവ് കണക്ക് ദാനം ദിശ ഇത് ചെറിയൊരു വിശദീകരണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു പറമ്പിൽ നിങ്ങൾ ചെന്നാൽ ആ പറമ്പിൽ കൂടി പോക്ക് വരവ് എങ്ങനെ, അതിൽ പിശാചിൻ്റെ ഭാഗം ഏത് രൂപത്തിൽ പിശാചിയായിക്കൂടി പോവും എന്നൊക്കെ, അവിടെ പെര എവിടെ എടുക്കണം എന്നൊക്കെയുള്ള വിജ്ഞാനത്തിനെ പറ്റി ഞാൻ സംസാരിക്കും, ഇതൊരു പരിധിയിലെത്തിയാൽ. അപ്പോൾ അതുവരേക്കും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ആ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം വരെ നിങ്ങൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പദ്ധതി നമുക്ക് സ്ഥാനനിർണയം കിണറ്റിലേക്കും കിണറിൻ്റെ ഭാഗത്തേക്കും കുഴൽ കിണറിൻ്റെ ഭാഗത്തേക്കും ഭൂമിൻ്റെ കിടപ്പിലേക്കും ഞാൻ ക്ലാസ് എടുക്കും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ക്ഷമയോടെ അക്ഷമരായി ഇരിക്കരുത്. ഓരോ സംഗതികൾ പഠിച്ച് നമ്മൾ മനസ്സിൽ വെച്ചാൽ, നമ്മളിപ്പോൾ ഒന്നും വേണ്ട, നമ്മളിപ്പോൾ കാര്യപ്പെട്ട ആൾക്കാരാണ്, ആളുകളുടെ അടിയിലും കാര്യപ്പെട്ടവരാണ്, നമുക്ക് കാര്യപ്പെട്ടതല്ല. എങ്കിലും നമ്മൾ ചെല്ലുമ്പോൾ നമുക്കിത് അറിയോ എന്ന് പരീക്ഷിക്കുന്ന ചില ആളുകളുണ്ടാവും. അവർക്ക് അല്പം എന്തെങ്കിലും ഒന്ന് സൂചന പറഞ്ഞാൽ പിന്നെ അവർക്ക് മനസ്സിലായി അതുകൊണ്ടിട്ട് ആ കണവ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടിട്ട് ആ കണവിൻ്റെ രണ്ടാമത്തെ ഒരു കാര്യമാണ് കണവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പുസ്തകം മട്ടക്കോണിലാണ് ഇതിൻ്റെ മൂലകൾ മുഴുവൻ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് മുതൽ ഇവിടേക്ക് വരെ ഒരളവ് 4, ഇവിടെ നിന്ന് മുതൽ ഇതുവരേക്ക് ഒരളവ് 3 വെച്ചാൽ 3, 3, 9, 4, 3, 12, 12ഉം 9ഉം എത്രയായി? 3, 3, 9ഉം 4, 3, 12ഉം. അപ്പോൾ 9ഉം 12ഉം തെറ്റിയെന്നതുകൊണ്ട്. കാരണം 3, 3, 9, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് 4 വെക്കാനാണ് പറഞ്ഞത്. അപ്പം 4, 4, 16ആണ്, 12 അല്ല, അവിടെ തെറ്റിയത്. 4, 4, 16. അപ്പോൾ 16ഉം 9ഉം എത്രയായി? 25 കൂട്ടിയാൽ ഈ 25ൻ്റെ കൃത്യമായി പോകുന്ന ഒരു സംഖ്യ കൊണ്ടിട്ട് ഹരിച്ചാൽ 5, 25. അപ്പോൾ ഈ സ്ഥലത്ത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് 5 അളവ് വെച്ചാൽ, അതായത് 5 അടിയോ 5 മീറ്ററോ 5 പിന്നെ എന്ത് വെച്ചാലും ഈ 5ന് ഇതിൻ്റെ മട്ട ഇവിടെ കോണ് ക്ലിയറാണ് ഇക്കാരം. അതാണ് ഞാൻ ക്ലാസ്സിൽ എടുത്തത്. ഇനി ഇത് നമുക്ക് മട്ടക്കോണിൽ എടുക്കുന്ന ഇങ്ങനെ ഒരു പെരക്ക് കുറ്റിയടിച്ചാൽ ഈ മൂലയിൽ നിന്ന് ഈ മൂലയിലേക്കും ഈ മൂലയിൽ നിന്ന് ഈ മൂലയിലേക്കും ഒരേ അളവ് കിട്ടണമെങ്കിൽ ഈ നീളം ഈ വീതി
പെരുക്കിയിട്ട് രണ്ടും കൂടിയും കൂട്ടിയിട്ട് സ്ക്വയർ റൂട്ട് അടിച്ചാൽ, കാൽക്കുലേറ്ററിലുണ്ടല്ലോ സ്ക്വയർ റൂട്ട്, അതടിച്ചാൽ ആ കിട്ടുന്ന സ്ക്വയർ റൂട്ടാണ് ഇവിടേക്കുള്ള അതേ അളവാണ് ഈ കാരം ഇവിടേക്കും. അപ്പോൾ ഇത് കംപ്ലീറ്റ് മട്ടക്കോണിൽ ആണ് ഇതിൻ്റെ നൃത്തം. അത് നീളാണെങ്കിലും വീതിയാണെങ്കിലും അങ്ങനെ തന്നെ. അങ്ങനെയാണ് ഇതിൻ്റെ ഈ കണവിൻ്റെ ലാസ്റ്റ്. അപ്പോൾ ആ കണവ് തിരിഞ്ഞ് ഇനി നമുക്ക് മറ്റുള്ള കാര്യത്തിന് മുഴുവൻ പറയാൻ നമുക്ക് ഇത് രണ്ടും ആണ്ട് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും പിന്നെ നിങ്ങളാരും മുഖം കാണിച്ചു കൊണ്ടിട്ട് ഒരു സംശയം ചോദിക്കുന്നില്ല. അങ്ങനെ നിങ്ങളെ പരിചയപ്പെടുള്ളൂ. ഇത് ശരിയാവില്ല എന്ന് കരുതി മനസ്സിൽ അറിഞ്ഞ് ആരെങ്കിലും ലെഫ്റ്റ് അടിച്ച് പോയാൽ ഓലിക്ക് പോയി എന്നല്ലാതെ ഞമ്മക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു പറമ്പ് കയറിയാൽ ഇനി ആ പറമ്പിൽ എന്തെല്ലാമാണ് പിശാചി, ഷർറ്, ഷെയ്ത്താന്, അല്ലെങ്കിൽ ആ പറമ്പിൻ്റെ ദിശ, ഇതൊക്കെ പറയുന്ന ക്ലാസ്സുകൾ വരുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം. ബാക്കിയുള്ളത് ഇൻഷാ അല്ലാ നമുക്ക് വീണ്ടും ആവാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ക്ലാസ്സിൽ വരണം, മുഖം കാണിക്കണം, എന്നാലേ ഒരു മനസ്സമാധാനമുള്ളൂ. മറ്റെന്താ മനസ്സമാധാനം? വെറുതെ ഇങ്ങനെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് പോലെ അതിൽ ചോദ്യങ്ങളില്ല. ഞാൻ ഒറ്റ ആൾക്കും ചോദ്യം ഇതുവരെ ഇട്ടിട്ടില്ല. ഇൻഷാ അല്ലാ അടുത്ത ടൈമിന് ഓരോ ചോദ്യം ഇടും. നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കിയതും ഇന്നെക്കാട്ടി മനസ്സിലാക്കിയവർക്കുള്ള മറുപടി എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.